വീഡിയോ കണ്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിൽ ഓരോന്നൊക്കെ പറഞ്ഞ് പിരിയിട്ട് ഇവിടെ ആകെ സീനാണ്. എന്താണ് ഞാൻ പറയുന്നില്ല, പറയാൻ ഞാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇനി അത് കൂടുതലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. ഇവിടെ ആകെ പ്രശ്നമാണ് ഗൈസ്. അച്ഛന് വീഡിയോ കണ്ട് ഇവര് ഭയങ്കര അധികം തമാശ തോന്നിപ്പോയ വീഡിയോ ആണ്. ഇതാണ് അഞ്ജിത നായർ എന്ന് പറയുന്നത്. ഇവരേതൊരു വീഡിയോ, എന്ത് വീഡിയോ എന്നൊരു പിടുത്തമൊന്നുമില്ല. ഇവർ പറയുന്ന എന്തൊരു വീഡിയോ അച്ഛൻ കണ്ടു. ഒരു നാണവും മാനില്ലാതെ ഇവരെ വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഞാനത് കാണിച്ചു തരാം. എന്താണ് ഇവരുടെ രീതികളെന്ന്, ഇവരുടെ വീഡിയോയുടെ പ്രത്യേകതകൾ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. എല്ലാത്തിലും ഏതെങ്കിലും തരത്തിലൊരു സെക്ഷുവലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസുകൾ വീഡിയോസിൽ ഇടുക, അത് എങ്ങനെയെങ്കിലൊക്കെ ആളുകളെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. ഇന്ന് അച്ഛനോട് കാര്യം കുറേ സംസാരിച്ച് വീട് മാറാമോ, എഗ്രിമെൻ്റ് എഴുതിയോ എന്നെല്ലാം ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, കാരണം എല്ലാം സഹിച്ച് കേട്ടുന്ന എൻ്റെ അച്ഛൻ പാവമല്ലേ. ആ സ്പെഷ്യൽ ലൈവ് കാണാം, പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് മെമ്പർഷിപ്പ്. ഇവിടെ ഏതൊരു വീഡിയോ അച്ഛൻ കണ്ടു എന്നാണ് ഇപ്പോൾ വിഷയം. അച്ഛൻ കണ്ടു, അച്ഛൻ ആകെ പ്രശ്നമാക്കിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ നേരെ താഴത്തെ പ്ലീസ് മെമ്പർഷിപ്പ് എന്നതാണ്. നിങ്ങൾക്കിത് വല്ലതും മനസ്സിലായിരിക്കാം, പറഞ്ഞുതരാം. ഇപ്പോൾ അവിടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട്, ഒരുപാട് എക്സ്പോസറൊക്കെ ആയിട്ടുള്ള വീഡിയോസുകളും മറ്റു കണ്ടന്റുകളൊക്കെ ചെയ്യുക. എന്നിട്ട് സ്പെഷ്യൽ മെമ്പർഷിപ്പുകളൊക്കെ ഉണ്ട്. ആ മെമ്പർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 400-500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ മെമ്പർഷിപ്പ് കിട്ടും. ആ മെമ്പർഷിപ്പ് കിട്ടിയവർക്ക് മാത്രം, അങ്ങനെ പൈസ കൊടുത്തവർക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസിലൊക്കെ വിടും. ഇനി ഇവർ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരേതൊരു വീഡിയോ അച്ഛൻ കണ്ടു അത്രേ പറയുന്നത്. ഇവരേതൊരു വീഡിയോ അച്ഛൻ കണ്ടു ആകെ പ്രശ്നമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഏതൊരു വീഡിയോ അച്ഛനെ കൂട്ടുകാരെ കളിപ്പിച്ചു. അത് കാണിപ്പിച്ച് എങ്ങനെയാണ് നന്നായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് സൂം ആക്കിയിട്ടൊക്കെ കാണിപ്പിച്ചതെന്നാണ് പറയുന്നത്. കേട്ടോ, ഇങ്ങനെ സൂം ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് നമ്മളിപ്പോ ഫോട്ടോ ലൈവായിട്ട് ഇടുന്നത്, അതിങ്ങനെ സൂം ചെയ്ത് സ്ക്രീൻഷോട്ട് ആക്കി അച്ഛന് കാണിച്ചു കൊടുത്തു. അച്ഛൻ ഫ്രണ്ട്സ് നിങ്ങളെ മോളിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ കണ്ടി പുറത്തിറങ്ങി നടക്കട്ടെ. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പ്രശ്നമായിട്ട് അച്ഛൻ ഇങ്ങനെ സൂം ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് ഇവർ പറയുന്നത്. ഇവരെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും ആളുകൾക്ക് സൂം ചെയ്തിട്ട് അച്ഛനെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവരെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇവർ തന്നെ ഇട്ട വീഡിയോ ആണ്. ഇനിയിപ്പോൾ ഞാനായിട്ട് സൂം ചെയ്തു തന്ന ആരും നിങ്ങളതിനെ കരുതേണ്ട ആവശ്യമില്ല. ഒരു വീഡിയോ എങ്ങനെയാണ്, ഇതാ ഒരു വീഡിയോ ഇതാണ്. ഇതിലിപ്പോൾ എന്താണ് ഇപ്പം ഇതിൽ സൂം ചെയ്യാനുള്ളത്? കണ്ട ഒരു വീഡിയോ ഇതാണ്, കണ്ടില്ലേ? ഒരു വീഡിയോ ഇതാണ്. ഇതിൽ എന്താണ് ഇപ്പോൾ നമ്മൾ സൂം ചെയ്യാനുള്ളത്? ഇതിൽ തന്നെ കൃത്യമായിട്ടും അവരെന്താണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. വേറൊരാള് ഇവർ തന്നെയാണ്. അവരെ ഫോട്ടോ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. കുറച്ചുകൂടിയൊക്കെ ഒന്നും നീങ്ങിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയുന്ന രീതിയിലാണ് അവർ ഇട്ടിട്ടുള്ളത്. ഇതാണ് അടുത്തത്. കഴിഞ്ഞിട്ടില്ല, അച്ഛനായി പിണങ്ങി എന്ന് പറഞ്ഞിട്ട് അവർ മെമ്പർഷിപ്പ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരിട്ടൊരു വീഡിയോ ആണ് ഇത്. ഇതിലിനിപ്പോൾ എന്താണ് സൂം ചെയ്യാനുള്ളത്? ഓക്കെ അല്ലേ? കഴിഞ്ഞില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഞാൻ അറിയാതെ ചേച്ചി എടുത്ത റീൽസാണിത്. പ്ലീസ് മെമ്പർഷിപ്പ് ചേരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇവരെ സ്പെഷ്യൽ വീഡിയോസുകൾ എന്തൊക്കെയാണ് ആ സ്പെഷ്യൽ വീഡിയോസ് ഉള്ളത്, അല്ലെങ്കിൽ ഇവരെന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചു തരും എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇവർ തന്നെയാണ് ഇട്ടുള്ളത്. ഇതിലിപ്പോൾ സ്പെഷ്യലായിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ തന്നെ അത്യാവശ്യം എക്സ്പോസറായിട്ട് കിടക്കുന്ന ഒരു വീഡിയോ അവരെന്നെ ഇടുന്നു. എന്നിട്ട് ചേച്ചി ഞാൻ അറിയാതെ എടുത്ത റീൽസാണിത്. ഈ ചേച്ചി ഇവളറിയാതെ ഇട്ടതാണെങ്കിൽ ഇനിയിപ്പോൾ ഇവളറിയാതെ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു, അത് റീല് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. ഇവർക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതൊന്നും ചെയ്യിക്കാതെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ പ്ലീസ് മെമ്പർഷിപ്പ് എന്ന് എഴുതുക. ഇതിൻ്റെ ഒരു രീതി എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. ഇവരുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ശരീരം എക്സ്പോസ് ചെയ്യുക, ആളുകൾ മെമ്പർഷിപ്പ് റീലുകൾ കൂട്ടുക, അതിൻ്റെ ഭാഗമായിട്ട് പണം സമ്പാദിക്കുക, ജീവിക്കുക. ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. എൻ്റെ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയെ കൂടി ഇവരെന്തിനാണ് കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ആ പാവം അച്ഛൻ എന്തിലും വല്ല അറിഞ്ഞിട്ടാണോ എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ഇപ്പം അച്ഛനുമായിട്ട് പിണങ്ങി എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട തർക്കം ഞാൻ അച്ഛനുമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്, കാണണേ പ്ലീസ് മെമ്പർഷിപ്പ്. അച്ഛനുമായി പിണങ്ങാൻ കാരണം എൻ്റെ ചില ശരീരഭാഗങ്ങളെല്ലാം സൂം ചെയ്തിട്ട് അച്ഛനെ പലരും കാണിപ്പിച്ചു.
അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് മെമ്പർഷിപ്പ്. നോക്ക്, ഞാൻ അച്ഛനുമായിട്ട് പിണങ്ങുന്നു പറഞ്ഞിട്ട് അതാ കിടക്കുന്നു, ആ കിടക്കുന്നത് ഭയങ്കര സ്ലോ മോഷനിലാണ്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് മെമ്പർഷിപ്പ്. നോക്കൂ, ഇവരെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന വർത്തമാനം ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു പരിപാടി ഇല്ലാത്ത ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നോക്കൂ, കണ്ടില്ലേ, എല്ലാത്തിലും ഒരു കണ്ടില്ലേ ഒരു മെമ്പർഷിപ്പ് സാധനം ഇവർ കൊടുത്ത് പ്ലീസ് അച്ഛൻ എന്നെ ഒഴിവാക്കിയാണ്, പ്ലീസ് മെമ്പർഷിപ്പ്. കഴിഞ്ഞില്ല, അച്ഛൻ എൻ്റെ വീഡിയോ കണ്ടു, ആകെ പ്രശ്നമാണ്, പ്ലീസ് മെമ്പർഷിപ്പ്. കഴിഞ്ഞിട്ടില്ല, എനിക്ക് വയ്യ സത്യം, പ്ലീസ് മെമ്പർഷിപ്പ്. കണ്ട, എനിക്ക് വയ്യ സത്യം, പ്ലീസ് മെമ്പർഷിപ്പ്. എന്തെങ്കിലുമൊക്കെ കാണിക്കാനുള്ള അവസ്ഥയിലൊക്കെ നിൽക്കുന്നു. കഴിഞ്ഞിട്ടില്ല, ചേച്ചി മിണ്ടൻ വന്നു, പ്ലീസ് മെമ്പർഷിപ്പ്. പിന്നെ അടുത്തത് എൻ്റെ അവസ്ഥ ഇതാണ്, പ്ലീസ് മെമ്പർഷിപ്പ്. ഇതിലൊക്കെ ഇനി എന്താണ് അച്ഛനെ സൂം ചെയ്ത് ഇവർ അച്ഛനെ കാണിക്കാനുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാൻ പറ്റാത്തൊന്ന് ചോദിക്കുക, എന്താണ് ഇതിലൂടെ ഇതിൻ്റെ കോണ്ടന്റ് ഒന്ന് മിണ്ടോ, പ്ലീസ് മെമ്പർഷിപ്പ്. ഇതാണ് അടുത്തത്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സംഗതികളുടെ തൊട്ടടുത്ത് വെച്ച് ടീഷർട്ട് ചേരുന്നുണ്ടോ, പ്ലീസ് മെമ്പർഷിപ്പ്. കഴിഞ്ഞിട്ടില്ല, ഞാൻ അറിയാതെടുത്തതാണിത്, പ്ലീസ് മെമ്പർഷിപ്പ്. ആരെടുത്തത്? അവള് തന്നെ തൊട്ടടുത്ത്, കണ്ടില്ലേ, അവൾ ഇതിനെ തൊട്ടടുത്ത് ആ ക്യാമറ വയ്ക്കുന്നു, അത് ഓൺ ചെയ്യുന്നു, അത് എന്നിട്ട് കാണിക്കുന്നു, എന്നിട്ട് പറയാണ് ഞാൻ അറിയാതെ എടുത്തതാണ്, പ്ലീസ് മെമ്പർഷിപ്പ്. ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി തന്നെ അവരുടെ വീഡിയോസിലൊക്കെ എടുക്കുന്നു, എന്നിട്ട് അത് ആൾക്കാരെ കാണിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ജീവിച്ചോട്ടെ, നമ്മളതിലൊന്നും എതിർപ്പല്ല. പക്ഷേ ഇതിനിടയിലേക്ക് ആ പാവ രക്ഷിതാക്കളെ പിടിച്ചിട്ടിട്ട് ഇതൊന്നും ഞാൻ അറിയാതെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 തോണിയിൽ കാരിടുന്നൊക്കെ പറയില്ലേ. ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരു പരിശുദ്ധയാണ്, മറ്റുള്ളവരെ ആരൊക്കെ എന്നെ എന്തൊക്കെ പറയുകയാണ് എന്നൊക്കെ പറയും. ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ, കുറേ സദാചാരവാദികൾ. ഞാൻ ഈ സദാചാര വർത്തനം പറയാൻ വന്നൊന്നുമല്ല. രണ്ടും ചെയ്യരുത്. ഒരേ സമയം നിങ്ങൾ തന്നെ നിങ്ങൾ എക്സ്പോസ്ഡ് ശരീരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ഇടുക, എന്നിട്ട് എക്സ്പോസ്ഡ് ശരീരം നിങ്ങളുടെ അച്ഛനെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുക, കരഞ്ഞു മെഴുകുക. നോക്കൂ, നിങ്ങളങ്ങനെ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ ഫാദർ ഇത് കാണില്ല എന്ന് വിചാരിച്ചിട്ടാണോ? സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷിതാക്കളെയും മറ്റു കുടുംബക്കാരെ കയ്യിലേക്കൊക്കെ ഈ വീഡിയോ എത്തുന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ എത്തുകയും ചെയ്യുക, എന്നിട്ട് പിന്നീട് അതിന് ശേഷം അതിനെപ്പറ്റി കരയുകയും ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും ഒരുമാതിരിപ്പെട്ട പരിപാടിയാണ്. എന്തായാലും ഈ ഒരു സംഗതി പോലും അവർക്ക് മെമ്പർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ കണ്ടു എൻ്റെ വീഡിയോ, എൻ്റെ ഒരു വീഡിയോ എൻ്റെ അച്ഛനും കണ്ടു, അത് ഏതാണ് വീഡിയോ എന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? മെമ്പർഷിപ്പ് ചേരൂ. അങ്ങനെയാണെങ്കിൽ അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഏത് ലോകത്താണ് നമ്മൾ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയം തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. ബൈ.